നമസ്കാരം. ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി, കിംസ് ഹെൽത്ത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആൻഡ് ഫീറ്റൽ മെഡിസിൻ വിഭാഗം വകുപ്പ് മേധാവി, OBGYN ക്ലിനിക്കൽ ഡയറക്ടർ. ഈ വീഡിയോയിലൂടെ ഗർഭിണികളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പെരിനേറ്റൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൺസെപ്റ്റ് വികസിത രാജ്യങ്ങളിൽ ഓൾറെഡി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ നമുക്കൊരു മാനസിക ആരോഗ്യം എന്ന് പറയുന്നതിനെ മാനസിക രോഗം എന്ന് പറയുന്നതും ഭയമുള്ള ഒരു കൺസെപ്റ്റാണ് അല്ലെ? ബിക്കോസ് ഒരു ടാബുമാണ്. ഒരു രോഗി ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണുന്നത് തന്നെ ഒരു തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയാണ്. ഇത് മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഗർഭിണികൾക്ക് ഇത്രത്തോളം സംഘർഷം ഇല്ലാതിരുന്നിരിക്കാം. കാരണം ഒരു അണുകുടുംബമല്ല, എപ്പോഴും ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിരുന്നു, ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഒരുപാട് വർക്കിംഗ് വുമൻ ആണ്. അവരുടെ വർക്ക് സ്ട്രെസ്, അവരുടെ വർക്ക് ടാർഗറ്റ്, ഇതെല്ലാം പ്ലസ് ഒരു കരിയർ ഗ്രോത്ത്, വർക്കിംഗ് വിമന്റെ ആ ഒരു എല്ലാ സ്ട്രെസ്സും അവർക്ക് പറയാൻ പറ്റാത്തിടത്തോളം അതും ഒരു വർക്ക് ലൈഫ് ബാലൻസിലൂടെ അവർക്കത് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു. നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെരിനേറ്റൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊണ്ട് തന്നെ കാമാകുന്ന ഒരുപാട് സ്ത്രീകളെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ അങ്ങേയറ്റത്തെ സ്പെക്ട്രം എന്താണ്? പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന കടുത്ത മാനസിക രോഗത്തിലേക്ക് അല്ലെങ്കിൽ വിഷാദ രോഗത്തിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരു പെരിനേറ്റൽ മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിന്റെ ഒരു അവയർനെസ് കൺസെപ്റ്റ് തന്നെ ഒരു ഗർഭിണി ആദ്യത്തെ വിസിറ്റിൽ ആ യൂണിറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ടച്ചപ്പ് ഓൺ ചെയ്യുമ്പോൾ ഒരു സ്കോറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ വഴി അവരുടെ ഒരു ബേസിക് അവരുടെ ഒരു ആങ്സൈറ്റി ലെവൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്കോറിംഗ് ഓഫ് ഡിപ്രഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ട്രീറ്റിംഗ് ഒബ്സ്റ്ററ്റീഷ്യന് അവരിൽ എന്തെങ്കിലും ചേഞ്ച് കഴിഞ്ഞ വിസിറ്റിൽ നിന്ന് ഈ വിസിറ്റിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും അത് അവർക്ക് ഈ കൺസെപ്റ്റിലൂടെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഒരു റെഫറൻസിലൂടെ ആ ഒരു ടീമിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനും സാധിക്കുന്നു. ഈ കൺസെപ്റ്റ് ഓഫ് പെരിനേറ്റൽ മെന്റൽ ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുന്നത് കിംസ് ഹെൽത്തിൽ ഞങ്ങൾ മാനസി എന്ന പേരിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു ട്രീറ്റിംഗ് ഒബ്സ്റ്ററ്റീഷ്യന്റെ ഒരു പങ്കുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജി കൗൺസിലർ, ഒരു സൈക്യാട്രിസ്റ്റ്, ഈ ഒരു ടീം തീർച്ചയായിട്ടും ഫാമിലിയോട് കൂടെ നിൽക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഒരു വിഷാദം എന്ന് പറയുന്ന ഒരു വിഷാദ രോഗത്തിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഈവൻ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അമ്മ മനസ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഗർഭിണികളിൽ ബ്ലീഡിങ് കഴിഞ്ഞാൽ തൊട്ടടുത്ത മരണനിരക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് സൂയിസൈഡിൽ എത്തി നിൽക്കുന്നു ഈവൻ കേരളത്തിലും. നമ്മൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണത്? പെട്ടെന്ന് കരയുക, ടിയർഫുൾനെസ്, ഒരു ഫീലിംഗ് ലോ, ഉറക്കമില്ലായ്മ, ഒരു ആപ്രിഹെൻഷൻ, അത് എന്തോ ഒന്ന്, അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പക്ഷെ പെട്ടെന്ന് കരയുന്ന ഒരവസ്ഥ. അതിനാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്കുണ്ട്. അതിൽ നിന്നും തൊട്ടടുത്ത സ്റ്റെപ്പാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഇല്ലാത്ത ഫീലിംഗ് ലോ, കടുത്ത ഒരു മാനസികമായ ഒരു സമ്മർദ്ദം, അതൊക്കെയാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഏറ്റവും അങ്ങേയറ്റത്തെ സിറ്റുവേഷനാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ആ അവസ്ഥാന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ ഹാം ചെയ്യും, സ്വന്തം ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ സൂയിസൈഡൽ ടെൻഡൻസി കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടുപിടിക്കുമ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം ബ്ലൂസിന് യൂഷ്വലി നമ്മൾ മരുന്നുകൾ നൽകി ചികിത്സിക്കാറുണ്ട്. പക്ഷെ ഡിപ്രഷനും സൈക്കോസിസിനും തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം കൂടി ആവശ്യമാണ്. അപ്പോൾ ഒരു ഗർഭാവസ്ഥയിൽ മാക്സിമം അവരെ സന്തോഷമായിട്ടിരിക്കാനും നമ്മളെല്ലാം ശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു ബർത്ത് കമ്പാനിയൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബർത്ത് കമ്പാനിയൻ? കുടുംബത്തിലെ ഒരു അംഗം, ഹസ്ബൻഡ് ആകാം, പാർട്ട്ണർ ആകാം, അവരെ ഈ ചില ക്ലാസ്സസ്, ആന്റിനേറ്റൽ കൗൺസിലിംഗ് സെഷൻസ് വഴി കുറച്ച് അവരെയും കൂടെ അവെയർ ആക്കിയിട്ട് ലാമാസ് ക്ലാസ്സസും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബർത്ത് കമ്പാനിയൻ ഈ രോഗിയുടെ കൂടെ അല്ലെങ്കിൽ ഗർഭിണിയുടെ കൂടെ നിൽക്കുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മദറിൻലോ അല്ലെങ്കിൽ സിസ്റ്റർ, ഹൂവർ ഇസ് ദാറ്റ് ബർത്ത് കമ്പാനിയൻ, അവരും കൂടി ആന്റിനേറ്റൽ ക്ലാസ്സസും അവയർനെസ് പ്രോഗ്രാമും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഡെലിവറി പ്രോസസ്സിൽ ഗർഭിണിയുടെ കൂടെ നിൽക്കുന്നത് വഴി തീർച്ചയായും ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസിന്റെ അളവ് കുറഞ്ഞു കാണുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യ പ്രോജക്റ്റ് ഉണ്ട്, അതിൽ ബർത്ത് കമ്പാനിയൻ നിർബന്ധമാണ്. അപ്പൊ അതിനർത്ഥം ബർത്ത് കമ്പാനിയൻ നമ്മുടെ ഹോസ്പിറ്റൽ അറ്റൻഡൻസിന്റെ കൂടെ തന്നെ ബർത്ത് കമ്പാനിയന്റെ ആവശ്യകതയെ കുറിച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഗർഭാവസ്ഥയിലുള്ള മാനസിക ഉല്ലാസം, സങ്കീർണതകൾ കുറച്ച് അവരെ മാനസികമായി സന്തോഷമായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ കുറച്ചൊരു ഇനീഷ്യേറ്റീവ് ഫാമിലിയുടെ സൈഡിൽ നിന്നും ഈ ഒബ്സ്റ്റേഷന്റെ സൈഡിൽ നിന്നും അവയർനെസ് വരുന്നതോടുകൂടി തീർച്ചയായും നമുക്കിതിന്റെ നമ്പേഴ്സ് കുറയ്ക്കാൻ സാധിക്കും. കിംസ് ഹെൽത്തിലെ മാനസി എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ്, അതായത് ഞങ്ങളുടെ ഈ കൂട്ടായ്മ പെരിനേറ്റൽ മെന്റൽ ഹെൽത്ത് ക്ലിനിക് തീർച്ചയായും ഒരുപാട് ഗർഭിണികളെ സഹായിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.